Sum of 7 terms of an arithmetic sequence is 140. Sum of first 11 terms of the same arithmetic sequence is 440. What is the fourth term of this sequence? അപ്പോൾ നമുക്ക് ആദ്യം ഇത് എഴുതാം. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്. അപ്പം നമുക്ക് ഫസ്റ്റ് 7 ടേംസിന് സൊല്യൂഷൻ. ഫസ്റ്റ് 7 ടേംസിന് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 വരെയാണുള്ളത്. സം ഓഫ് S7 is equal to എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 140. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 7 ടേമും കൂടെ കൂട്ടിയാൽ 140 കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേമാണ്. ഇതിൻ്റെ മിഡിൽ ടേം ഫോർത്ത് ടേം. ഇപ്പുറത്തും 3 ടേംസ് ഉണ്ട്, ഇപ്പുറത്തും 3 ടേംസ് ഉണ്ട്. അപ്പോൾ മിഡിൽ ടേമാണ് ഇവിടെ ഫോർത്ത് ടേം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ മിഡിൽ ടേം ആയിരിക്കും എപ്പോഴും ചോദിക്കുക, അത് നോക്കിയാൽ മതി. അപ്പോൾ x4 ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ x4 ഈസ് ഈക്വൽ ടു 140 സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ഇവിടെ 7 ആണ്, ഈസ് ഈക്വൽ ടു 20. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 20. ഇനി ബി, ഫൈൻഡ് ഇറ്റ് സിക്സ്ത് ടേം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദ സെയിം അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 440 എന്നാണ്. അപ്പോൾ അതിന് നമുക്ക് 11 ടേംസ് വരെ എഴുതാം. x7 കഴിഞ്ഞാൽ x8 പ്ലസ് x9 പ്ലസ് x10 പ്ലസ് x11. അപ്പോൾ ഇവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് 11 ടേമിലെ മിഡിൽ ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ടേം ഇപ്പുറത്തേക്ക് കൊടുക്കുക, 5 ടേം അപ്പുറത്തേക്ക് കൊടുക്കാം. അതായത് 1 2 3 4 5, ഇവിടെ 5 ടേം ഉണ്ട്. ഇവിടെ 7 8 9 10 11 എന്ന് പറയുമ്പോൾ ഇവിടെ 5 ടേം ഉണ്ട്. അപ്പോൾ മിഡിലെ ടേം സിക്സ്ത് ടേമാണ്. അപ്പോൾ x6 ബി, x6 ഈസ് ഈക്വൽ ടു, ഇവിടെ സമ്മ് വന്നിട്ട് എത്രയാണ്? സം ഈസ് ഈക്വൽ ടു 440 ആണ്. 440 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് 11 ആണ്, ഈസ് ഈക്വൽ ടു 44ൽ 11 4 ടൈംസ് 440 ആൻസർ. ഇനി ഇവിടെ ചോദിച്ചത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ ടേംസ് എന്തൊക്കെയാണ്? 40ഉം 20ഉം. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 40ൻ്റെ പൊസിഷൻ 6, 20ൻ്റെ പൊസിഷൻ 4, ഇസ് ഈക്വൽ ടു 40 മൈനസ് 20, 20 ബൈ 6 ബൈ 4 2, ഇസ് ഈക്വൽ ടു 10. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ 10 ആണ്. അപ്പോൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻ സി ആൻസർ 10. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ്, ഡി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? ഫോർത്ത് ടേം 20 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ 20ന്ന് x4 ഈസ് ഈക്വൽ ടു എത്രയാണ്? x4 ഈസ് ഈക്വൽ ടു 20. x3 ഈസ് ഈക്വൽ ടു 20. കോമൺ ഡിഫറൻസ് 10 ആണ്. 10 മൈനസ് ചെയ്യുക, അപ്പോൾ 10 കിട്ടി. 10 മൈനസ് ചെയ്താൽ 10 കിട്ടി. x2 ഈസ് ഈക്വൽ ടു വീണ്ടും 10 മൈനസ് ചെയ്യുക, 10 മൈനസ് 10 ഈസ് ഈക്വൽ ടു 0. x1 ഈസ് ഈക്വൽ ടു 0 മൈനസ് 10 ഈസ് ഈക്വൽ ടു മൈനസ് 10. ഇതിന് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എ പ്ലസ് 3d ഈസ് ഈക്വൽ ടു നമുക്ക് 20 എന്ന് എഴുതാം. ഫോർത്ത് ടേം പറഞ്ഞാൽ എ പ്ലസ് 3d ആണ്. A4 ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു എ പ്ലസ് 3d ആണ്. അപ്പോൾ എ എന്താണെന്നാണ് നമുക്കുണ്ട്? എ പ്ലസ് 3 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു 10 ആണ്, ഇസ് ഈക്വൽ ടു 20. എ പ്ലസ് 40 ഇസ് ഈക്വൽ ടു 20. എ ഇസ് ഈക്വൽ ടു 20 മൈനസ് 3 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 30. 3 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 30. എ ഈസ് ഈക്വൽ ടു 20 മൈനസ് 30 ഈസ് ഈക്വൽ ടു മൈനസ് 10. ഈ രീതിയിലും നമുക്ക് ചെയ്യാം. ഈ രീതിയിലും വേണമെങ്കിൽ ചെയ്യാം, ഈ രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ആൻസർ ഈസ് -10 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ -10 ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ്റെ ആൻസറും ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.